ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിന്ധു ആണ് ഈ പണിയൊക്കെ ഒപ്പിച്ചതെന്ന് സ്നേഹയ്ക്കും ലക്ഷ്മിക്കും നന്നായിട്ട് മനസ്സിലായി. അവർ രണ്ടുപേരും ദേഷ്യത്തോടു കൂടി പല്ലെറിമിക്കൊണ്ട് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സിന്ധു ആണെങ്കിൽ ഒക്കെ ചെയ്തത് താനാണെന്ന് തന്നെ അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയാണ്. ദേഷ്യത്തോടെ ലക്ഷ്മി അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചപ്പോൾ അവൾ പിന്നാലെ പോയിട്ട് വിളിക്കുകയാണ്, അമ്മ അമ്മ ഈ സഭയിൽ ഇരിക്കേ. അത് കേട്ടപ്പോൾ മഹാലക്ഷ്മി അവളെ ഇങ്ങനെ തറപ്പിച്ചു നോക്കുകയാണ്. അപ്പൊ സ്നേഹയോടും പറയാണ്, സ്നേഹ നീയും പോവരുത്, ഇവിടെ ഉണ്ടാവണം. അത് കേട്ടപ്പോൾ അവൾക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കൂടി നിന്ന ആളുകളോടൊക്കെ പോയിട്ട് സിന്ധു തന്നെ പറയാണ്, ആരും പോവേണ്ട, ഫംഗ്ഷൻ നടക്കും, ഡോക്ടർ വന്നല്ലോ. അതിനുശേഷം തിരിഞ്ഞ് സ്നേഹയെയും ലക്ഷ്മിയെയും ഒരു നോട്ടം നോക്കുന്നുണ്ട്, ഒരു കള്ളച്ചിരിയോടെ. അത് കാണുന്ന സമയത്ത് അവർ രണ്ടുപേരും ശരിക്കും തോറ്റുപോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഐഷു ചോദിക്കുന്നുണ്ട്, അമ്മ എൻ്റെ ഫോൺ എടുത്തിട്ട് സ്നേഹയെ വിളിച്ചത് ആരായിരിക്കും? വേറെ ആരാവാനാ? ദാ ഇപ്പൊ വന്ന് കളിയാക്കിക്കൊണ്ട് സഭയിൽ ഇരിക്കെന്ന് പറഞ്ഞ് പോയില്ലേ, അവള് തന്നെ. അവര് രണ്ടുപേരും സിന്ധുവിനെ കൂർപ്പിച്ച് നോക്കുന്ന സമയത്ത് സിന്ധു ഒരു വിജയ ചിരിയോടുകൂടി അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ താലി പിരിച്ചു കോർക്കുന്നതിനുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ സഹിക്കാനാവാത്ത ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹാലക്ഷ്മി, അവളുടെ ടീമും സ്നേഹമൊക്കെ. അപ്പോൾ അവര് സ്നേഹയോട് പറയുന്നുണ്ട്, സ്നേഹ നീ വല്ലാതെ ധൃതി കാണിച്ചു, നിനക്ക് ഫോൺ വന്ന സമയത്ത് നീ തിരക്ക് പിടിക്കാതെ എന്നെ ഒന്ന് വിളിച്ചു നോക്കിയിരുന്നെങ്കിൽ നിനക്ക് സത്യം അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഐഷുവിന്റെ ഫോൺ നാളെ വിളിച്ചിരിക്കുന്നത്, അവളാണ് സംസാരിക്കുന്നത്, ആന്റിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ധൃതി കാണിച്ച് ഹരിയെ കൂട്ടാൻ പോവാന്നല്ലാതെ ഞാൻ അത് കൺഫേം ചെയ്യാൻ നിന്നില്ല, അതെന്റെ തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ആന്റിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഹരിയെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയത്. പക്ഷേ സിന്ധു അവൾ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് എല്ലാം തകിടം മറിച്ചു അല്ലേ? സിന്ധുവിനെ സാധാരണക്കാരിയായ ഒരു നാട്ടും പുറത്തുകാരിയായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അവള് വലിയ ക്രിമിനലാണ്. അത് ശരിയാണ് ആന്റി പറഞ്ഞത്, അവള് സാധാരണക്കാരിയല്ല. അവളുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഹരിയെ രക്ഷിക്കണം. അപ്പോഴേക്കും മഹി ഹരിയെ ഒരുക്കിയിട്ട് താഴേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാർത്തികേയനെ ഒരുക്കി കൂട്ടി ദമയന്തിയും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നാലെ സിന്ധുവിനെയും അതുപോലെ ഭൈരവിയെയും രണ്ടുപേരും ഒരുക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അതൊക്കെ കാണുമ്പോൾ ലക്ഷ്മിക്കും സ്നേഹയ്ക്കൊക്കെ കടിച്ചമർത്താനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഹരിയാണെങ്കിലും തന്റെ അരികിൽ വന്ന് നിൽക്കുന്ന സിന്ധുവിനെ ഒരു പകയോടെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. തന്റെ അരികിൽ വന്ന് നിൽക്കുന്ന ഭൈരവിയെ കാർത്തികേയനെ തിരിച്ചു ഭൈരവിയും ഒരു ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. സിന്ധു ആണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് ഹരിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എല്ലാവരും സഭയിൽ വന്നപ്പോഴേക്കും ദമയന്തി പറയുന്നുണ്ട് സഭയെ വണങ്ങിയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ 4 പേരും സഭയെ വണങ്ങിയിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ കൂടിയിരുന്ന 3 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, സിന്ധുവിനൊഴികെ. സിന്ധുവിന്റെ ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിൽ മാത്രമാണ് ഈ 3 പേരുടെയും ജീവിതം ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുന്നത്. സ്നേഹക്കാണെങ്കിൽ സിന്ധുവിന്റെ അരികിൽ ഹരി ഇരിക്കുന്നത് കാണുമ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവള് ലക്ഷ്മിയോട് പറയാണ്, ഞാൻ എന്തിനാ ആന്റി ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇവിടുന്ന് പോവാണ്. എനിക്ക് സിന്ധുവിന്റെ മുഖം കാണും തോറും ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹയുടെ കൈ പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറയാണ്, സ്നേഹ നീ പോവാൻ പാടില്ല, ഇവൾക്ക് താലി പിരിച്ചു കൊടുക്കുന്ന ഫംഗ്ഷനിൽ ഞാൻ എന്തിനാ ആന്റി ഇവിടെ നിൽക്കുന്നത്? സ്നേഹ ഞാൻ പറയുന്നത് കേൾക്ക്, നീ പോവാൻ പാടില്ല. സിന്ധുവിന് നിന്നെ കാണുമ്പോഴൊക്കെ ഒരു കുറ്റബോധം ഉണ്ടാവണം. നീ നിൽക്കേണ്ട സ്ഥാനത്താണ് അവൾ നിൽക്കുന്നത് എന്നൊരു കുറ്റബോധം. എത്രയും പെട്ടെന്ന് അവളുടെ സ്ഥാനം തട്ടി മാറ്റിയിട്ട് നീ അവിടെ വരുന്നുള്ളൊരു കാര്യം നിന്നെ കാണുന്തോറും അവൾക്ക് പേടി വരണം. ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് സ്നേഹ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ദമയന്തിയും ശാരദയും ചേർന്നിട്ട് താലി പിരിച്ചു കോർക്കാനുള്ള ചടങ്ങിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുവാണ്. അവരുടെ ആചാരപ്രകാരം കഴുത്തിൽ കിടക്കുന്ന താലി അഴിച്ചു മാറ്റാൻ പാടില്ല. ആ സമയത്ത് താലി വേറൊരു മഞ്ഞ ചരടിൽ കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് അവർ നടത്തുന്നത്, താലി പിരിച്ചു മാറ്റി കോർക്കുന്നൊരു ചടങ്ങ്. പക്ഷെ അതിന്റെ എല്ലാ ഭാവത്തോടും കൂടി അല്ലെങ്കിൽ അതിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചുകൊണ്ടാണ് സിന്ധു നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭൈരവി ആണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത്. അവിടെ കൂടിയിരിക്കുന്ന മുതിർന്ന സ്ത്രീകള് താലി പിരിച്ചു കോർത്തുകൊണ്ടിരിക്കുകയാണ്. സിന്ധു ആണെങ്കിൽ അതൊക്കെ കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ഹരി ആർക്കൊക്കെയോ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഭൈരവിയും കാർത്തികേയനും ഇരിക്കുന്നത്. അവർക്കൊന്നും ഇതിനൊന്നും യാതൊരു താല്പര്യമില്ല എന്ന മട്ടില്. ആ കൂട്ടത്തില് സിന്ധു മാത്രമേ ഇതൊക്കെ ഉൾക്കൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഹരി അവളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അതുപോലെ ലക്ഷ്മിയാണെങ്കിലും സ്നേഹയാണെങ്കിലും നല്ല നിരസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അവസാനം താലി പിരിച്ചു കോർക്കുന്ന ആ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീകള് ദമയന്തിയോടും ശാരദയോടും പറയാണ്, താലി
പിരിച്ചു കോർത്തു കഴിഞ്ഞു. ഇനി 2 ഭർത്താക്കന്മാരുടെ കയ്യിലും എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഹരിക്ക് ദമയന്തിയും അതുപോലെ തന്നെ കാർത്തികേയന് ശാരദയാണ് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും ഭാര്യമാർക്ക് വീണ്ടും താലി കെട്ടിക്കൊടുക്കുകയാണ്. എല്ലാ സന്തോഷത്തോടു കൂടി ദൈവത്തിനെ പൂർണ്ണമായിട്ടും നന്ദി പറഞ്ഞുകൊണ്ടാണ് സിന്ധു ആ താലി വീണ്ടും സ്വീകരിക്കുന്നത്. ഭൈരവിയാണെങ്കിൽ ആർക്കൊക്കെ വേണ്ടി അതങ്ങ് കഴുത്തി കെട്ടുവാണ്. വീണ്ടും ഹരിയുടെ കൈകൊണ്ട് താലി ചാർത്താൻ കിട്ടിയതിന്റെ ഭാഗ്യത്തിൽ ഇരിക്കുകയാണ് സിന്ധു. പക്ഷെ അത് കാണുന്തോറും സ്നേഹയ്ക്ക് അവളുടെ സങ്കടവും ദേഷ്യവും അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം രണ്ടുപേരും തന്റെ ഭാര്യമാരുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ്. പിന്നീട് ഹരിയോടാണ് ദമയന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവനും താലിമാലയ്ക്ക് കുങ്കുമം വെച്ചു കൊടുത്ത് സിന്ധുവിന് സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ്. പക്ഷെ ഇതൊക്കെ സിന്ധു നല്ല സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങിക്കുമ്പോൾ ഹരിയാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി അവളെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. സ്നേഹയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്താണോ താൻ കൺമുന്നിൽ കാണാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത്, എന്താണോ നടക്കാൻ പാടില്ല എന്ന് താൻ കരുതിയത്, അത് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഇപ്പൊ നടക്കുവാണ്. എന്നെ കൊണ്ട് ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് അവളിങ്ങനെ സ്വയം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചെറുക്കനോടും പെണ്ണിനോടും സഭയെ വണങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറയാണ് അവിടെയുള്ള സ്ത്രീകൾ. ആ സമയത്ത് 4 പേരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അവസാനം സഹിക്കാനാവാതെ സ്നേഹലക്ഷ്മിയോട് ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. പിന്നീട് ദമയന്തിയോട് പോയിട്ട് അവര് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അതിനുശേഷം സിന്ധുവിന്റെയും ഭൈരവിയുടെയും അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അതും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയോട് ദമയന്തി ഹരിയെ അനുഗ്രഹിക്കാൻ പറയുന്ന സമയത്ത് അവര് വെറുപ്പോടെ പറയാണ്, ഞാനേ എന്റെ മകനുള്ള അനുഗ്രഹം എപ്പോഴും കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഈ വീട്ടിൽ കുറുക്ക് വഴിയിലൂടെ വന്നവൾക്ക് ഒരു കാലത്തും എന്റെ അനുഗ്രഹം കിട്ടില്ല. എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് കുറുക്ക് വഴിയിലൂടെ ഇവർ 2 പേരും വന്നത്, അതുപോലെ തന്നെ ഇവര് 2 പേരും കുറുക്ക് വഴിയിൽ കൂടി തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകും. അവിടെ കൂടി നിന്ന് എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം ലക്ഷ്മിയുടെ മനസ്സിൽ അത്രയേറെ പകയും ദേഷ്യവും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും സിന്ധുവിനോട്. അവരുടെ മകന്റെ ജീവിതം തകർത്തതിലുള്ള ആ ഒരു ദേഷ്യമായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ദിവസം നടക്കുക തന്നെ ചെയ്യും. എന്റെ സമ്മതമില്ലാതെ എന്റെ മകനെ കൊണ്ട് നിങ്ങൾ താലി കെട്ടിച്ചു. എന്റെ സമ്മതമില്ലാതെ തന്നെ ഇന്ന് താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങും നിങ്ങൾ നടത്തി. നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഒരു ദിവസം നിങ്ങൾ വേദനിക്കും. എത്രയും പെട്ടെന്ന് സിന്ധു എന്റെ മകനെ പറ്റിച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. അന്ന് നിങ്ങൾ ചെയ്ത തെറ്റിനെല്ലാം നിങ്ങൾ തല കുനിച്ചു നിൽക്കും. ദമയന്തിയോടായിട്ട് പറഞ്ഞിട്ട് ലക്ഷ്മിയും സഹോദരനൊക്കെ അവിടെ നിന്നും പോവുകയാണ്. അത് കേട്ട സമയത്ത് ഭൈരവി സിന്ധുവിന്റെ തോളിൽ കൈവെക്കുന്നുണ്ട്. സിന്ധുവിനാണെങ്കിൽ ആകെ ഒരു പേടിയും പതർച്ചയൊക്കെ തോന്നുവാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് സ്നേഹയാണെങ്കിൽ അവളുടെ മുറിയിൽ ഇരുന്ന് തനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവള് കരയുന്നത് കണ്ടിട്ടാണ് അവളുടെ ഡാഡി അങ്ങോട്ടേക്ക് പോകുന്നത്. സ്നേഹ, എന്താടാ പറ്റിയത്? എന്തിനാ മോള് കരയുന്നത്? ഒന്നുമില്ല ഡാഡി. കമോൺ സ്നേഹ, എന്താ പറ്റിയത് പറ ഡാഡിയോട്. അത് കേട്ടപ്പോ അവൾക്ക് ദേഷ്യം വരികയാണ്. പറയാൻ എന്താ ഡാഡി ഉള്ളത്? ഓരോ പ്രാവശ്യവും ഞാൻ ആ സിന്ധുവിന്റെ അടുത്ത് തോറ്റുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്റെ മുന്നിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജീവിക്കാനേ തോന്നുന്നില്ല ഡാഡി. എന്റെ കയ്യിൽ എല്ലാം ഉണ്ട് ഡാഡി, പക്ഷെ സന്തോഷം മാത്രമില്ല ഡാഡി. എനിക്ക് ജീവിക്കാനേ തോന്നുന്നില്ല. അത് കേട്ട സമയത്ത് അയാൾക്കും മകളുടെ അവസ്ഥയിൽ വല്ലാത്ത സഹതാപം തോന്നുകയാണ്. ഹരി അവളെ എന്നിൽ നിന്ന് എന്ന് പിരിച്ചോ അന്ന് തന്നെ ഞാൻ പകുതി ചത്തു കഴിഞ്ഞു. ഇന്നലെ കൂടി ആ സിന്ധു ഐഷുവിന്റെ ശബ്ദത്തിൽ സംസാരിച്ച് എന്നെ പറ്റിച്ചു വച്ചാ. ചിന്തിച്ചു നോക്ക്, എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഡാഡിയുടെ കയ്യിലുണ്ട്. എന്നിട്ടും സിന്ധുവിനെ ഹരിയിൽ നിന്നും പിരിക്കാൻ വേണ്ടി ഡാഡിക്ക് സാധിക്കുന്നില്ലല്ലോ. ഹരിയെ എനിക്ക് വീണ്ടും കിട്ടുമോ ഡാഡി? പറ ഡാഡി. ഡോണ്ട് വറി സ്നേഹ, ഹരിയെ തീർച്ചയായിട്ടും നിനക്ക് തന്നെ കിട്ടും. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുവാണ്. സ്നേഹ, നിനക്കറിയാലോ, ഹരി അവളെ സ്നേഹിച്ചിട്ട് അവളെ കല്യാണം കഴിച്ചതല്ല. അവന്റെ വല്യമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അവൻ സിന്ധുവിന്റെ കഴുത്തിൽ താലി ചാർത്തിയത്. എന്ന് നമ്മൾ സിന്ധു ഫ്രോഡാണെന്ന് തെളിയിക്കുന്നോ അന്ന് ഹരിക്ക് അവളെ ഒഴിവാക്കിയിട്ട് നിന്നെ കല്യാണം കഴിക്കാൻ സാധിക്കും. ഹരി നിനക്കുള്ളതാണ്. ആ കാര്യത്തിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. നിന്റെ ഡാഡിയെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നിന്റെ ഡാഡി ഒരു വാക്ക് തന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നു നിനക്ക് അറിയാവുന്നതല്ലേ. ഡാഡിയുടെ ഈ വാക്കുകളാണ് ഇപ്പോഴും എന്നെ വിശ്വാസത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കമോൺ സ്നേഹ, വെറുതെ ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല. കള്ളത്തരം പറഞ്ഞ് കല്യാണം കഴിച്ച സിന്ധു സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നെ നീ എന്തിനാ കരയുന്നത്? ഇങ്ങോട്ട് നോക്ക് സ്നേഹ. കള്ളത്തരം പറഞ്ഞിട്ട് ഹരിയെ കൊണ്ട് സിന്ധു അവളുടെ കഴുത്തിൽ താലി ചാർത്തിച്ചു. പക്ഷേ ഇപ്പോഴും ഹരിയുടെ മനസ്സിൽ കടന്നു കയറാൻ അവളെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഹരിയുടെ മനസ്സ് നിറയെ നീയാണുള്ളത്. അത് കേട്ടപ്പോൾ സ്നേഹയ്ക്ക് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും തോന്നുകയാണ്. തീർച്ചയായിട്ടും ഹരിയെ നിനക്ക് നിന്റെ വരുതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അത് കേട്ടതും അവൾ സംശയത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയാ ഡാഡി ഹരിയെ സിന്ധുവിൽ നിന്നും പിരിക്കുന്നത്? അങ്ങനെ ചോദിക്ക്. അതിന് ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട്. ഹരി വീട്ടിലുണ്ടാവുന്നതിനേക്കാളേറെ ഹോസ്പിറ്റലിലാണ് കൂടുതൽ സമയം ഉണ്ടാവാറുള്ളത്. ഹരിയെ വീട്ടിലേക്ക് പോകുന്നത് മാക്സിമം നീ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അതാണ് നിന്റെ ആദ്യത്തെ വിജയം. അത് കേട്ടപ്പോൾ ശരിയാണെന്ന് സ്നേഹയ്ക്കും തോന്നുന്നുണ്ട്. സിന്ധുവിനെ കൊണ്ട് നിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഹരി നീ പറയുന്നത് മാത്രമേ അനുസരിക്കുള്ളൂ. പക്ഷേ നീ പറയുന്നത് മാത്രമേ ഹരി അനുസരിക്കാൻ പാടുള്ളൂ.
സിന്ധു നമ്മൾ കരുതുന്നത് പോലെ ഒരു ക്രിമിനൽ മാത്രമല്ല, അവനെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇംപ്രസ് ചെയ്തിട്ട് അവന്റെ മനസ്സിലേക്ക് കടന്നു കയറാൻ അവൾ ശ്രമിക്കും. ഒരിക്കലും അതിനുള്ളൊരു അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഹരിയെ 24/7 ടൈമും നീ നിന്റെ കൂടെ തന്നെ ഒപ്പം നിർത്തണം. ഹരി ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞു നിൽക്കാൻ പാടില്ല. നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാ തീർച്ചയായിട്ടും സിന്ധു അടുത്തതായിട്ട് നിനക്കെതിരെ ഒരു പദ്ധതി കൊണ്ടുവരും. അവള് ചെയ്യുന്ന ആ ഒരു കാര്യം വെച്ച് അവളുടെ കള്ളത്തിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ആകെ കൂടെ സ്നേഹ കൺഫ്യൂഷനായിട്ട് നിൽക്കാണ്. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലായിന്ന് ഡാഡി കരുതുന്നു. എന്താ മനസ്സിലായില്ലേ? ആ മനസ്സിലായി ഡാഡി, മനസ്സിലായി. സ്നേഹയുടെ മനസ്സിലും അങ്ങനെ ഒരു പ്ലാൻ തന്നെയാണ് വരുന്നത്. ചുപ്പി അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആരും തന്നെ കാണുന്നില്ലെന്ന് ശ്രദ്ധിച്ച് സിന്ധു അടുക്കളയിലേക്ക് വന്നിട്ട് ചുപ്പിയോട് നന്ദി പറയാണ്. ചുപ്പി, നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് താലി പിരിച്ചു കോർക്കുന്ന ഈ ചടങ്ങ് എനിക്ക് നടക്കില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ ഇന്ന് ഡോക്ടറെ കല്യാണം കഴിച്ച് ഞാൻ ആഗ്രഹിച്ച ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് നീയാണ് ഏറ്റവും വലിയ കാരണം. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നോട് നന്ദിയുള്ളവളായിരിക്കും. കരഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈകൂപ്പുവാണ്. എന്തിനാ സിന്ധു ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്? നീ എത്രത്തോളം ഹരി ഡോക്ടറെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നെത്താൻ പറ്റിയില്ലെങ്കിൽ നീ തീർച്ചയായിട്ടും ജീവനോടെ ഉണ്ടാവില്ലെന്നും എനിക്കറിയാം. ഇങ്ങോട്ട് നോക്ക് സിന്ധു, തീർച്ചയായിട്ടും ഒരു ദിവസം നീ അദ്ദേഹത്തിന്റെ മേൽ വെച്ചിരിക്കുന്ന പ്രണയം അദ്ദേഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. അന്ന് ഹരിയേട്ടൻ പൂർണ്ണ മനസ്സോടെ നിന്നെ സ്വീകരിക്കും. അതുവരെ നീ കുറച്ച് ക്ഷമയോടെ നിൽക്കണം. ശരി ചുട്ടി. ഞാൻ കാരണം എന്റെ ഡോക്ടർക്കുണ്ടായ അപമാനവും ചീത്തപ്പേരും മോശം കാര്യങ്ങളും ഒക്കെ എനിക്ക് തന്നെ മാറ്റിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഡോക്ടർക്ക് വേണ്ടി ഈ ജീവിതകാലം മൊത്തം ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അടിയാൻ പോലും തയ്യാറാണ്. സിന്ധു വല്ലാത്തൊരു സങ്കടത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോ ചുപ്പി പറയുന്നുണ്ട്, മതി മതി, ഇനി ആരെങ്കിലും കാണും, നീ വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. ശരി ചുപ്പി. എന്നിട്ട് അവൾ അടുക്കളയിൽ നിന്നും അകത്തേക്ക് കയറി പോവാണ്. ഭൈരവി മുറിയിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദമയന്തി സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഭൈരവി, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണോ മോളെ? ഒന്നുമില്ല അമ്മ, പറ, എന്തെങ്കിലും സഹായം ചെയ്യണോ? അത് പിന്നെ കാർത്തികേയന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പൊന്നിയമ്മൻ ക്ഷേത്രത്തിൽ അടിപ്രദക്ഷിണം ചെയ്യാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു മോളെ. ഇന്ന് നല്ല ദിവസമാണെന്ന് ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഞാനും കാർത്തികേയനും ഗായത്രിയും ക്ഷേത്രത്തിലേക്ക് പോവാണ്. മോളും ഞങ്ങളുടെ കൂടെ വരാമോ? എന്തൊക്കെ അമ്മ ഈ പറയുന്നത്? അമ്മ ഇപ്പോ അടിപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോവാണോ? അതും ഈ കണ്ടീഷനിൽ? അതൊന്നും വേണ്ട അമ്മേ. ഭൈരവിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് തന്നെയാണ് മോളെ ഉള്ളത്. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. എന്നെക്കുറിച്ച് ആലോചിച്ച് മോള് വല്ലാതെ വേവലാതിപ്പെടേണ്ട. അതുകൊണ്ടല്ല അമ്മ, അമ്മയ്ക്ക് തലയ്ക്ക് അടികൊണ്ടതാണ്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് തലവേദനിക്കുന്നുണ്ടെന്നും തല ചുറ്റുന്നത് പോലെ ഉണ്ടെന്നും പറയാറുള്ളതല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. നമ്മളൊരു നേർച്ച കടം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തള്ളി നീക്കാൻ പാടില്ല മോളെ. എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നമ്മളത് ചെയ്യണം. അത് നമ്മുടെ ജീവൻ പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടുള്ളൂ മോളെ. ഇപ്പോ തീർച്ചയായിട്ടും ഇത് ചെയ്യണമെന്ന് നിർബന്ധമാണോ അമ്മ? ആ മോളെ, ഇത് എന്തായാലും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മോൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മോള് വരേണ്ട കാര്യമൊന്നുമില്ല. മോൾ ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പോയിട്ട് ചെയ്തിട്ട് വരാം. വേണ്ട, ഞാനും കൂടെ വരാം. ഭൈരവി അങ്ങോട്ട് കയറി പറയാണ്. എന്താ ഭൈരവി മോള് പറഞ്ഞത്? മോക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തതല്ലേ? അത് കുഴപ്പമില്ല അമ്മ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി വരാം. അത് കേട്ടതും ദമയന്തിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. ഭൈരവിയിലുണ്ടായ മാറ്റം ദമയന്തിയെ കുറച്ചൊന്നും അല്ല സന്തോഷിപ്പിക്കുന്നത്. കാരണം അവൾ കാർത്തികേയനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൈരവിയോട് തന്റെ സന്തോഷം പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് ഭൈരവിയാണെങ്കിൽ പേടിയോടെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ അമ്മ അടിപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനിടയിൽ എന്തെങ്കിലും അമ്മയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ എങ്ങനെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയുക? തിരിഞ്ഞു നോക്കിയിട്ട് ഭൈരവിയോട് ദമയന്തി ചോദിക്കുകയാണ്, എന്താ മോൾ ആലോചിക്കുന്നത്? ഇല്ല, ഒന്നുമില്ല അമ്മ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊപ്പം തന്നെ അവളും പോവാണ്. സിന്ധു ആണെങ്കിൽ അവളുടെ മുറിയിൽ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലമാരയിലേക്ക് ഡ്രസ്സ് വെച്ചിട്ട് തിരിയുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ശ്രദ്ധയില് ഹരിയുടെ ഡോക്ടർ കോട്ട് ശ്രദ്ധയപ്പെടുന്നത്. അത് കണ്ടതും പെട്ടെന്ന് അവൾ അത് എടുത്തിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ അത് കയ്യിൽ പിടിക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് ഇത് ഒന്ന് ഇട്ട് നോക്കണം എന്ന് ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇപ്പൊ തന്നെ ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം കോട്ട് എടുക്കുകയാണ്. എന്നിട്ട് അവൾ ഹരിയുടെ ഡോക്ടർ കോട്ട് ഇട്ടിട്ട് വലിയ ഗെറ്റപ്പിൽ നടക്കുകയാണ്. പിന്നീട് കണ്ണാടി പോയിട്ട് അവൾ തന്നെ അത് സ്വയം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഹരിയുടെ ബാഗ് അവളുടെ കണ്ണിപ്പെടുന്നത്. നേരെ പോയി അതിൽ നിന്ന് സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് അതും തന്റെ ചെവിയിലൊക്കെ വെച്ചിട്ട് അവളെ തന്നെ പരിശോധിക്കുകയാണ്. അതൊക്കെ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് അവൾ തന്നെ നോക്കി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ കോട്ട് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, സൂപ്പറാണ് എന്നൊക്കെ അവൾ തന്നെ സ്വയം പുകഴ്ത്തുകയാണ്. അങ്ങനെ അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചുപ്പി പുറത്തു വന്ന് നിൽക്കുന്നത്. ചുപ്പിയാണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. സിന്ധു, അവൾ വിളിക്കുന്നത് കേട്ടതും സിന്ധു പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുവാണ്. ചുപ്പിയെ കണ്ട സമയത്ത് വലിയ ഗെറ്റപ്പിൽ നിൽക്കുവാണ് സിന്ധു. അപ്പോൾ ചുപ്പി കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സിന്ധു, നീ എന്തിനാ ഹരിയേട്ടന്റെ കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ എടുത്തത്?
അതെന്താ, എനിക്ക് എടുക്കാൻ പാടില്ലേ? നീ ഇടാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അധികാരവും എനിക്കില്ല സിന്ധു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഡോക്ടറെ പോലെയുണ്ടോ? ഡോക്ടറെ പോലെ തന്നെയുണ്ട്. ചുപ്പി, ഈ ഡോക്ടർ കോട്ടിട്ടിട്ട് എന്റെ ഒരു ഫോട്ടോ എടുക്കാമോ? എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവള് വേഗം അവളുടെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോ പോസ്റ്റിൽ നിന്ന് കൊടുക്കുകയാണ്. ചുപ്പി കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചുപ്പിയെ പിടിച്ചിരുത്തി അവളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കുകയാണ്. എന്നിട്ട് ചുപ്പിയോട് പറയുന്നുണ്ട്, നിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും പുറത്ത് ഹരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഹരിയേട്ടൻ വരുന്നുണ്ടെന്നാ തോന്നുന്നത്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് ചുപ്പി വേഗം ഓടി രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ ഹരിയുടെ കോട്ടിട്ടത് കാരണം പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കാരണം സിന്ധു അവിടെ അലമാരയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഹരി നേരെ മുറിയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമെന്നൊക്കെ അവൻ കോളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നേരെ വന്നിട്ട് അലമാര തുറന്നിട്ട് അവന്റെ ഡോക്ടർ കോട്ടാണ് അവൻ തപ്പുന്നത്. ആ കോട്ടാണ് സിന്ധു ഇട്ട് നിൽക്കുന്നത്. അവൻ അലമാരയെ നോക്കുന്ന സമയത്ത് അത് അവിടെ കാണുന്നില്ല. അവൻ ആകെ പേടിയാവാണ്. ഇതെവിടെ പോയി? ഇത് ഞാൻ ഇവിടെ വെച്ചതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. പിന്നീട് അവന്റെ ബാഗ് നോക്കുന്ന സമയത്ത് ബാഗാണെ തുറന്നിരിക്കുകയാണ്. ബാഗിനകത്ത് സ്റ്റെതസ്കോപ്പ് കാണാഞ്ഞപ്പോൾ തന്നെ ഹരിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ, സ്റ്റെതസ്കോപ്പ് കാണുന്നില്ലല്ലോ ബാഗിനകത്ത്, അത് ഞാൻ എവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹരി തിരിയുമ്പോൾ കാണുന്നത് തന്റെ കൺമുന്നിലായിട്ട് തന്റെ ഡോക്ടർ കോട്ടും സ്റ്റെതസ്കോപ്പും വെച്ചിട്ട് സിന്ധു നിൽക്കുന്നതാണ്. അവളാണെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ ഹരിയെ പരിശോധിക്കാൻ എന്ന മട്ടിലെ സ്റ്റെതസ്കോപ്പ് അവന് നേരെ നീട്ടുന്നുണ്ടായിരുന്നു. ഹരി വല്ലാത്തൊരു ദേഷ്യത്തിൽ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ സിന്ധു അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കുഞ്ഞിനെ പോലെ പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് ഹരിയെ പരിശോധിക്കാൻ എന്ന മട്ടിലെ സ്റ്റെതസ്കോപ്പ് അവന്റെ നെഞ്ചിന് നേരെ നീട്ടുന്ന സമയത്ത് ഹരി ദേഷ്യത്തോട് അവളോട് ചോദിക്കുന്നുണ്ട്, ഏയ് എന്താ ഇത്? അത് പിന്നെ ഈ സ്റ്റെതസ്കോപ്പും ഈ കോട്ടും ഇടണമെന്ന് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഡോക്ടറെ, അതുകൊണ്ടാണ് ഇട്ട് നോക്കിയത്, നന്നായിട്ടുണ്ടോ? അവള് ചിരിച്ചുകൊണ്ട് ചോദിച്ചതാണെങ്കിലും ഹരിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ചി നിർത്ത്. പെട്ടെന്ന് ഹരി അങ്ങനെ പറഞ്ഞപ്പോൾ സിന്ധു ആണെങ്കിൽ വിഷമത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. നിന്നെ എന്തൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞു, എത്രത്തോളം അപമാനിച്ചു, നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ? ഇങ്ങനെ പിന്നെയും വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരാൻ വേണ്ടി. സിന്ധു ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. നിന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ വഴക്കിന് ഈ സമയം കൊണ്ട് വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവുമായിരുന്നു. ഹരി പറഞ്ഞത് കേട്ടപ്പോ വല്ലാത്ത വിഷമത്തോടു കൂടി അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സിന്ധു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.